എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കുവാൻ നിങ്ങൾ മറന്നുപോകരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ മാത്രമാകാതെ പ്രവർത്തിക്കുന്നവരുമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചെറിയ കാര്യങ്ങൾ കോപത്തോടെ നിങ്ങൾ ചെയ്യുമ്പോൾ വിശുദ്ധി എന്ന വലിയ കാര്യം നിങ്ങളിൽ നിന്ന് നഷ്ടമാകുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇതുകണ്ട് എൻ്റെ പുത്രനായ ഈശോ ഏറെ വേദനിക്കുന്നു. മരിയൻ അപ്പരീഷൻസ്. ദൈവസ്നേഹം ഭൂമിയിലാവോളമൊഴുക്കുവാൻ സ്വർഗത്തിൻ്റെ കന്യകീത നിതാന്തം തിരുസഭയെ ശുശ്രൂഷിക്കുന്നു. പുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ പൂർണ്ണതയിൽ ആഗതനാകുന്ന രണ്ടാം വരവിനായി മണവാട്ടിയായ തിരുസഭയെ അണിയിച്ചൊരുക്കുന്ന പരിചാരികയായി അമ്മ ലോകം മുഴുവൻ സജീവയാകുന്നു. മാതൃസ്നേഹം ആവോളം തൻ്റെ മക്കൾക്ക് അമ്മ നൽകുന്നു. വ്യക്തിജീവിതങ്ങളിലും കുടുംബങ്ങളിലും ഇടവക തലത്തിലും മരിയൻ കൂടാരങ്ങളിലുമെല്ലാം ഈ മാതൃ ഇടപെടലുകൾ വളരെയധികം വർദ്ധിച്ചു വരുന്നതായി മാതൃഭക്തർ പരസ്പരം പങ്കുവയ്ക്കുന്നു. പുത്രന്റെ മഹത്വം ഉൾക്കൊള്ളുന്ന തിരുസഭയിലെ കൂദാശകളെ അമ്മയീത വലിയ മഹത്വത്തോടെ പ്രഘോഷിക്കുന്നു. വിശുദ്ധിയിൽ വളരുക, കൂദാശ ജീവിതത്തിൽ മുന്നേറുക എന്ന സ്വർഗീയ നിയമം അമ്മയീത ആഴത്തിൽ നമ്മെ പരിശീലിപ്പിക്കുന്നു. എന്റെ കുഞ്ഞുമക്കളെ, ദിവ്യകാരുണ്യത്തിന്റെ മുൻപിൽ നിങ്ങൾ കരങ്ങൾ കൂപ്പിത്തന്നെ നിൽക്കുവിൻ. ആദ്യമായി ഈശോയെ സ്വീകരിച്ച അതേ ഓർമ്മകളുമായി എപ്പോഴും ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ ഭക്തിയോടെ വരുവിൻ. അപ്പോൾ സ്നേഹമായി നിങ്ങളിൽ നിറയുന്ന ഈശോയോട് സംസാരിക്കുവാൻ നിങ്ങൾ മറന്നുപോകരുത്. ആ സംഭാഷണം എൻ്റെ പുത്രൻ ഏറെ ആഗ്രഹിക്കുന്നുവെന്ന് എനിക്കറിയാം. വിശുദ്ധിയിൽ വളരുന്ന മക്കൾ കൂദാശ ജീവിതത്തിൽ വളരുമെന്നും കൂദാശ ജീവിതത്തിൽ വളരുന്ന മക്കൾ വിശുദ്ധിയിൽ ജീവിക്കുമെന്ന പരസ്പരം പൂരകങ്ങളായ കൃപ അമ്മ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അതുകൊണ്ടുതന്നെ തിരുസഭാ സ്നേഹം അമ്മ നമ്മിൽ നിന്നും ഏറെ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തിരുസഭയുടെ മഹത്വത്തിനും നമ്മുടെ ജീവിത വിശുദ്ധിക്കും ഉതകുന്നതാകണമെന്ന് തിരിച്ചറിയുക. ക്രിസ്തുവിനെ ഉയർത്തിക്കാണിക്കേണ്ട ഇടങ്ങളെല്ലാം നാം വലിയ സുവിശേഷ പ്രഘോഷണ മേഖലയാക്കി ക്രമീകരിക്കുക. സുവിശേഷ മൂല്യങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികൾ അതിനാൽ തന്നെ നിർമ്മലരായി വ്യാപരിക്കുമെന്നതിനാൽ വചനാധിഷ്ഠിത ജീവിതം അമ്മ നമ്മിൽ നിന്നും ഏറെ ആഗ്രഹിക്കുന്നു. ലോകമിതാ ഏറെ സംഘർഷങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപകളെ തിരിച്ചറിയാതെ മനുഷ്യൻ പാപജീവിതം തുടരുന്നു. പാപബോധം നശിച്ച തലമുറയായി അവർ ജീവിതം തുടരുന്നു. സമാധാനം നശിക്കുന്നതിൽ ഹൃദയം പൊട്ടി വിലപിക്കുന്നു. പ്രകൃതിക്ഷോഭങ്ങളിൽ അവർ ഭയന്നുകൊണ്ട് ദൈവത്തെ വിളിക്കുന്നു.
എല്ലാം ശമിക്കുമ്പോൾ അവർ ദൈവത്തെ മറക്കുന്നു. ലോകം വിരൽത്തുമ്പിലെന്ന് ശാസ്ത്രം പറയുമ്പോഴും അവയെല്ലാം വഴി തിന്മ ഏറെ പ്രചരിക്കപ്പെടുന്നു. വിശുദ്ധിയെ തകർത്തുകൊണ്ട് ആത്മാക്കളെ നശിപ്പിക്കുന്ന പിശാചിൻ്റെ തന്ത്രം അങ്ങനെ അവൻ ക്രമീകരിക്കുന്നു. നവമാധ്യമങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയുമെന്നിരിക്കെ മനുഷ്യർ തിന്മയിൽ വീഴാൻ പിശാച് അതിൽ അനേകം കെണികളൊരുക്കിയിരിക്കുന്നു. ജീവിതവിശുദ്ധി കാത്തുസൂക്ഷിക്കുവാനും കൃപയിൽ വളരുവാനും പ്രാർത്ഥനാ ജീവിതത്തിൽ കരുത്തരാകുവാനും ശ്രദ്ധയോടെയുള്ള ഇവയുടെ ഉപയോഗം സ്വർഗം ആവശ്യപ്പെടുന്നു. തിന്മയെ മാത്രം ഏറെ വലുപ്പത്തോടെ ആവിഷ്കരിക്കുകയും നന്മയെ ചെറുതായി കാണുകയും ചെയ്യുക എന്നത് ഇന്ന് ഏറെ പ്രചരിക്കപ്പെടുന്നു. മനുഷ്യരെ തിന്മയിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള പിശാചിൻ്റെ നിഗൂഢതന്ത്രമാണിത് എന്ന് നാം തിരിച്ചറിയുക. നന്മയെ പ്രഘോഷിക്കുവാനും സ്നേഹത്തെ പങ്കുവയ്ക്കുവാനും മറിയം നമ്മെ ക്ഷണിക്കുന്നു. മക്കൾ തിന്മയിൽ വീണുപോകുന്നതിൽ അമ്മ ഏറെ വേദനയാർന്ന് കരയുന്നു. ആത്മാക്കൾ മാനസാന്തരപ്പെടുക എന്ന സ്വർഗീയ ദൗത്യം അമ്മ ഏറെ പ്രഘോഷിക്കുന്നു. ലോകം മുഴുവനുമുള്ള അമ്മയുടെ സന്ദേശങ്ങളെ ആഴത്തിൽ പഠിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു. വിശുദ്ധിയിൽ വളരുക, നിരന്തരം ദൈവകൃപയിൽ ജീവിക്കുക എന്ന മാനസാന്തര സുവിശേഷമാണ് അമ്മ എല്ലായിടത്തും ജാഗ്രതയോടെ പ്രഘോഷിച്ചത്. സമയം സമാഗതമായിരിക്കുന്നു. സകലരും സുവിശേഷത്തിൽ വിശ്വസിക്കുക, വിശുദ്ധരായി ജീവിക്കുക, തെറ്റിൽ വീഴാതെ ശ്രദ്ധയോടെ ജീവിതത്തെ ക്രമീകരിച്ച് നിരന്തരം അനുതാപമുള്ള ഹൃദയവുമായി ദൈവസന്നിധിയിൽ വ്യാപരിക്കുക എന്നത് മാത്രമാകുന്നു ആത്മരക്ഷയ്ക്കുള്ള പോംവഴി എന്ന് അമ്മ ഏറെ പ്രഘോഷിക്കുന്നു. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 5-ാം അധ്യായം 7-ാം വചനം മുതൽ ഇപ്രകാരം പറയുന്നു: സഹോദരരെ, കർത്താവിൻ്റെ ആഗമനം വരെ ക്ഷമയോടെ കാത്തിരിക്കുവിൻ. ഭൂമിയിൽ നിന്നും നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി കൃഷിക്കാരൻ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ക്ഷമയോടെ പ്രതീക്ഷിക്കുന്നതുപോലെ നിങ്ങളും ക്ഷമയോടെ ഇരിക്കുവിൻ. ദൃഢചിത്തരായിരിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ ആഗമനം അടുത്തിരിക്കുന്നു. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കുവാൻ എൻ്റെ സഹോദരരെ, ഒരുവൻ മറ്റൊരുവന് വിരോധമായി പിറുപിറുക്കരുത്. ന്യായാധിപനിതാ വാതിൽക്കൽ നിൽക്കുന്നു. അതെ, തിരുവചനം വ്യക്തമായി നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. കർത്താവിൻ്റെ ആഗമനം അടുത്തിരിക്കുന്നു. വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാൻ അമ്മ നമ്മെ ഇതാ ഒരുക്കുന്നു. തൻ്റെ മക്കൾ നിർമ്മലരായി പുത്രൻ്റെ നിത്യകിരീടം ചൂടണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നു. തിരുസഭയെ കരുതുന്ന മാതൃസ്നേഹമായി അമ്മ വളരെ സജീവയായി ഈ യുഗാന്ത്യകാലത്ത് ഇടപെടുന്നു. മനുഷ്യമക്കളെ തൻ്റെ പുത്രൻ്റെ സവിധത്തിലേക്ക് ചേർക്കുന്ന ഇടപെടലുകൾ മാത്രമേ അമ്മ തിരുസഭയിൽ ചെയ്യുന്നുള്ളൂ. കൂദാശകളിലേക്ക് ആനയിക്കുക എന്ന വഴികാട്ടിയുടെ ദൗത്യമാണ് അമ്മ നിർവഹിക്കുന്നത്. അമ്മ ഏറ്റെടുത്ത ജനതകളെല്ലാം അതുകൊണ്ട് തന്നെ വിശുദ്ധിയിൽ കൂടുതൽ കരുത്തു നേടുന്നു. നന്മയുടെ രൂപം ധരിച്ചുപോലും കടന്നുവരുന്ന തിന്മയെ തിരിച്ചറിയാനും സുവിശേഷത്തിനായി ധീരതയോടെ നിലനിൽക്കുവാനും അമ്മ നമ്മെ ഒരുക്കുന്നു.
കുടുംബ ബന്ധങ്ങളുടെ പവിത്രത ഈ തലമുറയിൽ പ്രഘോഷിക്കുന്ന ഒരു മരിയൻ ഇടപെടലായിരുന്നു ഇംഗ്ലണ്ടിലെ വാൽസിംഗാമിൽ അമ്മ നൽകിയത്. 1061 ഈ ഗ്രാമത്തിലെ മരിയ ഭക്തയായ റിച്ചൽഡിന് അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തിരുക്കുടുംബം വസിച്ചിരുന്ന ഭവനം പോലുള്ള ഒരു ഭവനം നിർമ്മിക്കണമെന്നും അതുവഴി ഇംഗ്ലണ്ടിലെ ജനതയിൽ ഞാൻ തിരുക്കുടുംബത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുമെന്നും അറിയിച്ചതായിരുന്നു ഈ പ്രത്യക്ഷം. ഇത് ഇന്ന് ഇംഗ്ലണ്ടിലെ നസ്രത്ത് എന്നാണ് അറിയപ്പെടുന്നത്. മറിയവും ജോസഫും ഈശോയും വസിച്ചിരുന്ന നസ്രത്തിലെ ആ കൊച്ചുവീടിൻ്റെ മാതൃക റിച്ചൽഡിഡ് നിർമ്മിക്കുകയും അതുവഴി അനേകം കുടുംബങ്ങൾ ഇവിടെ എത്തുകയും ഇത് പിന്നീട് വലിയ മരിയൻ പ്രത്യക്ഷയിടമായി മാറ്റപ്പെടുകയുമുണ്ടായി. സ്ലിപ്പർ ചാപ്പൽ എന്ന പേരിലാണ് ഇത് ഇന്ന് അറിയപ്പെടുന്നത്. പരിശുദ്ധ അമ്മയും യൗസേപ്പിതാവും ഉണ്ണിയേശുവും വളരെ സന്തോഷത്തിലും പ്രാർത്ഥനയിലും ഇവിടെ കഴിഞ്ഞിരുന്നതും പരസ്പരം സ്നേഹം പങ്കുവച്ചതും വിശുദ്ധിയിൽ വളരുവാൻ പരിശീലിച്ചതും ദൈവ തിരുമനസ്സറിഞ്ഞുകൊണ്ട് ജീവിച്ചതും അമ്മ ഇവിടെ പ്രഘോഷിച്ചു. തൻ്റെ പുത്രനെ സ്വർഗീയ കുമാരനെ കരുതുന്ന മാതൃസ്നേഹം ഇന്നും അമ്മ തിരുസഭയിൽ ആഗ്രഹിക്കുന്നു എന്നതായിരുന്നു വാൽസിംഗാമിനെ വ്യത്യസ്തമാക്കുന്നത്. തൻ്റെ പുത്രൻ വസിക്കുന്ന സക്രാരി ഉൾക്കൊള്ളുന്ന ദേവാലയങ്ങളെ അതുകൊണ്ട് തന്നെ അമ്മ ഏറ്റവും കരുതലോടെ കാക്കുന്നു. സക്രാരികളിലേക്ക് ആനയിക്കുന്ന സ്വരമായി അമ്മ ഈ ദൗത്യം ഇന്നും തുടരുന്നു. നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ മഹത്വവും സുന്ദര ചിത്രവും അമ്മ വാൽസിംഗാമിൽ വരച്ചു ചേർത്തു. പരസ്പരം ക്ഷമിച്ചും ക്ഷമ കൊടുത്തും പരസ്പരം പങ്കുവച്ചും സ്നേഹം നൽകിയും നിരന്തരം പ്രാർത്ഥിച്ചും ദൈവഹിതം അന്വേഷിച്ചും വ്യാപരിക്കുന്ന കുടുംബങ്ങളെ അമ്മ ഇന്നും ആ മാതൃസ്നേഹം നൽകി പുണരുന്നു. ബാലനായി യേശുവിനെ കാണാതായ സംഭവത്തിൽ യേശുവിനെ കണ്ടെത്തുമ്പോൾ യേശു ദേവാലയത്തിൽ വേദശാസ്ത്രികളുമായി വളരെ ഉന്നതമായ ദൈവീക കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. മറിയത്തിൻ്റെ കരുതലും ഉപദേശങ്ങളും ജ്ഞാനവും ഒന്നു മാത്രമായിരിക്കാം പുത്രനെ ഈ ദൈവീക രഹസ്യങ്ങളുടെ നിഗൂഢതകളെ ആ കൊച്ചുപ്രായത്തിലെ ഹൃദിസ്ഥമാക്കുവാൻ സഹായിച്ചത് എന്ന് നാം കണ്ടെത്തുന്നു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു എന്ന വചനത്തിൽ തന്നെ അതിൽ വളർത്തിയത് പരിശുദ്ധ മറിയവും യൗസേപ്പിതാവുമാണെന്ന ആന്തരിക പൊരുൾ നാം കണ്ടെത്തുന്നു. ഇന്നും നമ്മുടെ കുടുംബങ്ങളിലെ മക്കളെ ദൈവിക ജ്ഞാനത്തിലും കൃപയിലും തിരുസഭാ സ്നേഹത്തിലും കൂദാശ ജീവിതത്തിലും വളർത്തുവാൻ അമ്മ നമ്മെ ക്ഷണിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് മുൻപിൽ വിശുദ്ധിയുള്ള ജീവിതം നയിച്ചും സ്നേഹവും പിന്തുണയും നൽകി അവരെ ദൈവിക കാര്യങ്ങളിൽ വളർത്തുവാനും അമ്മ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. കുടുംബ പ്രാർത്ഥനയുടെ മഹത്വവും പരസ്പരമുള്ള സ്നേഹവും വഴി നിരന്തരം കൃപയിൽ വളരുവാൻ അമ്മ ഓരോ കുടുംബങ്ങളെയും വിളിക്കുന്നു. നസ്രസിൽ ദൈവപുത്രനും കന്യാമേരിയും താതൻ യൗസേപ്പും ചേർന്നൊരുക്കിയ സത്കുടുംബത്തിൻ മാതൃക എത്ര മോഹനം. നസ്രസിൽ ദൈവപുത്രനും കന്യാമേരിയും താതൻ യൗസേപ്പും ചേർന്നൊരുക്കിയ സത്കുടുംബത്തിൻ മാതൃക എത്ര
എന്തിലും എല്ലാ നേരവും ദൈവ ചിന്തയോടെല്ലാം ചെയ്തവർ, സ്വന്തമായി വേല ചെയ്തു ത്യാഗത്തിൻ പാതയിൽ നാൾ കഴിച്ചവർ, ധൂപതുല്യമുയർന്നു പ്രാർത്ഥന ആ കുടുംബത്തിൻ വേദിയിൽ. നസ്രസ്സിൽ ദൈവപുത്രനും കന്യാമേരിയും താതൻ യൗസേപ്പും ചേർന്നൊരുക്കിയ സത്കുടുംബത്തിൻ മാതൃക എത്ര മോഹനം. തിരുക്കുടുംബത്തിൻ്റെ പുണ്യം പ്രഘോഷിക്കുന്ന ദേവാലയമായി ഇംഗ്ലണ്ടിലെ വാൽസിംഗാം ഇന്ന് നിലനിൽക്കുന്നു. അനേകം കുടുംബങ്ങൾ ഇവിടെ എത്തി ഇവിടുത്തെ സക്രാരിയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അമ്മയുടെ നസ്രത്തിലെ ഓർമ്മകളുടെ സ്മാരകമായി ഇത് നിലനിൽക്കണമെന്നാണ് അമ്മ റിച്ചൽഡിനോട് പറഞ്ഞത്. കുടുംബങ്ങളെ തകർക്കുക, അങ്ങനെ തിരുസഭയുടെ അടിസ്ഥാന ശിലയെ ശിഥിലമാക്കുക എന്ന തന്ത്രമാണ് പിശാച് ഈ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടുംബങ്ങളിലെ സ്നേഹബന്ധങ്ങളിൽ വിള്ളലുകൾ വരുത്തി അവൻ കുടുംബത്തിലെ സമാധാനം തകർത്ത് കളയുന്നു. പ്രാർത്ഥനാ ചൈതന്യം കുടുംബങ്ങളിൽ നിന്നും അങ്ങനെ തകർക്കുന്നു. അതുവഴി കൂദാശ ജീവിതം ഉപേക്ഷിക്കുകയും ദൈവാശ്രയം നശിപ്പിക്കുകയും ചെയ്യുന്നു. കുടുംബജീവിതത്തിൽ കടന്നുവരുന്ന സഹനങ്ങളെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കൃപയ്ക്കായി ക്രമീകരിക്കുവാനും അതുവഴി വിശുദ്ധീകരിക്കപ്പെടാനുമുള്ള സാഹചര്യങ്ങളിൽ ദൈവം കൈവിട്ടു എന്ന് പിശാച് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ മന്ത്രിക്കുന്നു. അങ്ങനെ സഹനങ്ങളിൽ ദൈവത്തിനെതിരെ സംസാരിക്കുവാൻ പ്രലോഭിപ്പിക്കുന്നു. കുടുംബങ്ങളുടെ നാഥിയും സംരക്ഷകയുമായ നമ്മുടെ അമ്മ ഈ സങ്കീർണ വേളകളിൽ നമ്മെ കരുതുന്നു. ഒരമ്മ മക്കളെ കരുതുന്ന പോലെ തന്നെ മറിയം കുടുംബങ്ങളെ കരുതുന്നു. മരിയ ഭക്തിയിൽ വളരുന്ന കുടുംബങ്ങളെ അതുകൊണ്ട് തന്നെ പുത്രൻ വളരെയേറെ അനുഗ്രഹിക്കുന്നു. തൻ്റെ അമ്മയെ ബഹുമാനിക്കുന്നവരെ പുത്രൻ ബഹുമാനിക്കുന്നു. തിന്മയുടെ ആക്രമണങ്ങളിൽ നിന്നും നിരന്തരം സംരക്ഷണം നൽകി അവരെ വഴി നടത്തുന്നു. തിരുസഭയുടെ സ്നേഹത്തിൽ നിലനിൽക്കുവാനും കുടുംബ ബന്ധങ്ങളെ നിർമ്മലമായി കാക്കുവാനും നിരന്തരം വിശുദ്ധിയിൽ വളരുവാനും ജപമാലയിലൂടെ കൃപകൾ സ്വീകരിക്കുവാനും അമ്മ നമ്മെ ക്ഷണിക്കുന്നു. തൻ്റെ പുത്രൻ്റെ അവസാന വിവാഹ വിരുന്നിലെ രാജ്ഞിയായ നമ്മുടെ അമ്മ ആ സ്വർഗീയ സ്ഥാനം നമുക്ക് മുൻപിൽ പ്രഘോഷിക്കുന്നു. നിരന്തരമായ കരുതലോടെ നമ്മെ കൂദാശകളിലേക്ക് ചേർക്കുന്നു. അങ്ങനെ വിശുദ്ധരുടെ വലിയ നിരയെ അണിനിരത്തി സ്വർഗീയ സ്തുതി പാടുവാൻ മാലാഖമാരുടെ രാജ്ഞീയത തിരുസഭയെ മാറോട് ചേർക്കുന്നു. ലോകം മുഴുവൻ മരിയ ഭക്തി പ്രഘോഷിക്കപ്പെടട്ടെ. അങ്ങനെ പുത്രൻ്റെ സ്നേഹം സുഗന്ധമായി പടരട്ടെ.
സമൂഹവും അവരുടെ ദൈവമായി മാറുന്നു. മക്കളെ ഉണർന്നിരുന്നിടുവിൻ, അനുതാപമേകും തിരുവചനം ആത്മാവിൽ നിറച്ചിടുവിൻ, ശക്തരായി തീർന്നിടുവിൻ. ദൈവം സ്ഥാപിച്ച കുടുംബങ്ങളെ നരകക്കെണിയിൽ വീഴ്ത്തിയിടാൻ ഇരുളിൻ ശക്തികളണയുന്നു. വഞ്ചകരായവർ അണയുന്നു. മക്കളെ ഉണർന്നിരുന്നിടുവിൻ, ഭിന്നതയും കലഹങ്ങളും എല്ലാം ക്ഷമിച്ചിടുവിൻ, കൈകോർത്തു പ്രാർത്ഥിക്കുവിൻ, തമ്മിൽ സ്നേഹിക്കുവിൻ, തമ്മിൽ സ്നേഹിക്കുവിൻ. നിത്യസഹായമാതാവേ, ആശ്രിതർക്കാശ്വാസമേകണമേ. ജീവിതവീഥിയിൽ അന്തരാം ഞങ്ങൾക്ക് കരുണ തൻ പൊൻകതിർ ചൊരിയണമേ. നിത്യസഹായമാതാവേ, ആശ്രിതർക്കാശ്വാസ